ബ്രഹ്മാവ് ഗോലോകത്തിൻ്റെ പവിത്രതയിൽ നിന്ന് പുറത്തു കടന്ന് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അതിർത്തിയായ വിരജാ നദിയിലെത്തിയ ആ സന്ദർഭത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. ഇനി 3-ാം ശ്ലോകത്തിൽ സൃഷ്ടികർമ്മത്തിന് മുന്നോടിയായി ബ്രഹ്മാവ് കണ്ട കാഴ്ചയെയും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെയും സൂതൻ വർണ്ണിക്കുന്നു. 2-ാം അധ്യായം ശ്ലോകം 3 സൃഷ്ടിക്കായുള്ള സന്നദ്ധത. സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ ചുറ്റുപാടും നിരീക്ഷിക്കുന്ന ബ്രഹ്മാവിനെ ഇവിടെ കാണാം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. സതത്ര ദദൃശീ ശുഭ്രേ വിസ്തീർണം വിശ്വമണ്ഡപം ബ്രഹ്മാണ്ഡഗോഷ്ഠൈഃ പരിതഃ സങ്കുലം മുനിസത്തമാ. പദാനുപദ അർത്ഥം: സഹ അദ്ദേഹം, ഇവിടെ ബ്രഹ്മാവ്, തത്ര അവിടെ, ദദൃശേ കണ്ടു, ശുഭ്രേ ശുഭ്രമായ അതായത് നിർമ്മലമായ, വിസ്തീർണം വിശാലമായ, വിശ്വമണ്ഡപം വിശ്വമാകുന്ന മണ്ഡപത്തെ, ബ്രഹ്മാണ്ഡഗോഷ്ഠൈഃ അനേകായിരം ബ്രഹ്മാണ്ഡങ്ങളുടെ കൂട്ടങ്ങളാൽ, പരിതഃ ചുറ്റും, സങ്കുലം നിറഞ്ഞതായി, മുനിസത്തമ ഹേ മുനിശ്രേഷ്ഠ. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം: ഹേ മുനിശ്രേഷ്ഠ, ബ്രഹ്മാവ് അവിടെ ശുഭ്രവും വിസ്തൃതവുമായ വിശ്വമണ്ഡപം ദർശിച്ചു. ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾ അവിടെ ചുറ്റും നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും ഈ ശ്ലോകം ഭാരതീയ പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ അതായത് കോസ്മോളജിയുടെ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുന്നു. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ, മൾട്ടിവേഴ്സ്, നാം വസിക്കുന്ന ഈ പ്രപഞ്ചം അതായത് ബ്രഹ്മാണ്ഡം മാത്രമല്ല ഈ സൃഷ്ടിയിലുള്ളത്. ബ്രഹ്മാവ് അവിടെ കണ്ടത് ബ്രഹ്മാണ്ഡഗോഷ്ഠൈഃ ആണ്, അതായത് അനേകായിരം ബ്രഹ്മാണ്ഡങ്ങളുടെ കൂട്ടങ്ങൾ. ആധുനിക ശാസ്ത്രം പറയുന്ന മൾട്ടിവേഴ്സ് എന്ന സങ്കല്പം സഹസ്രകോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പുരാണങ്ങളിൽ സ്പഷ്ടമായിരുന്നു. വിശ്വമണ്ഡപം പ്രപഞ്ചം അരാജകമായ ഒരിടമല്ല, മറിച്ച് ചിട്ടയോടെ ഒരുക്കിയ ഒരു മണ്ഡപം പോലെയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ഓരോ ശ്വാസത്തിലും ഓരോ ബ്രഹ്മാണ്ഡങ്ങൾ വിരിഞ്ഞു വരുന്നു. ഗുരുനാഥന്റെ ഉപദേശം: വത്സ, ബ്രഹ്മാവ് കണ്ട ആ വിശാലത നീ ഒന്ന് ഭാവനയിൽ കാണുക. നാം അഭിമാനിക്കുന്ന ഈ കൊച്ചു ഭൂമി ആ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളിൽ ഒരു കണിക മാത്രമാണ്. ഈ വലിയ സത്യം തിരിച്ചറിയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരം ഇല്ലാതാകും. ഇത്ര വലിയ പ്രപഞ്ചത്തിൽ നാം എത്ര നിസാരരാണെന്നും എങ്കിലും ആ പരമാത്മാവിൻ്റെ ഭാഗമാണെന്നും മനസ്സിലാക്കുന്നത് തന്നെയാണ് യഥാർത്ഥ വിനയം. അനന്തമായ ബ്രഹ്മാണ്ഡങ്ങളുടെ കാഴ്ച കണ്ട ബ്രഹ്മാവ് സ്തബ്ധനായിപ്പോയി. ഇനി 4-ാം ശ്ലോകത്തിൽ ഈ ബ്രഹ്മാണ്ഡങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അവയുടെ ഭാവം എന്താണെന്നും സൂതൻ കൂടുതൽ വ്യക്തമാക്കുന്നു. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.